ഹലോ ഫ്രണ്ട്സ്, മീ ബ്ലോഗ്സ് ബൈ സോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിൻ്റെ ഇടയിൽ കോഴിക്കോടുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു ബാത്റൂമിൽ എല്ലാ ലേഡീസും പോകുന്ന ബാത്റൂമാണ് കേട്ടോ. ആ ബാത്റൂമിനകത്ത് ഒരു പയ്യൻ കൊണ്ടുവന്ന് ഒരു വീഡിയോ ഫോൺ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കംപ്ലീറ്റ് വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കുട്ടികൾ, ചെറിയ കുട്ടികളായാലും വലിയ മുതിർന്ന സ്ത്രീകളും വയസ്സായവരും എല്ലാവരും പോകുന്ന ബാത്റൂമായിരുന്നു. അവിടെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിലൊരു ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കുട്ടിയുടെ അമ്മ ശ്രദ്ധിച്ചിട്ട് അത് പിടിക്കപ്പെട്ടു. ആ പയ്യനെ കൈയോടെ പിടിച്ച് അവർ 2-3 അടിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ആ പയ്യൻ്റെ ആ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു നിലപാടിലാണ് ആ പയ്യൻ നിൽക്കുന്നത്. ഇത്രയും പ്രശ്നത്തിൻ്റെ ഇടയിൽ പിടിച്ചിട്ട്, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പിടിച്ചിട്ട് അവന് യാതൊരു കൂസലുമില്ല. അങ്ങനെയുള്ളൊരു പയ്യനാണ്. അപ്പോൾ ആ റെയിൽവേയിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ സമയത്ത് കുറച്ചൊന്ന് ഓടി നടന്നിട്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ചത്. പിന്നെ എന്താ പറയുക, കുറേ പയ്യന്മാർ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന, നമ്മുടെ ട്രെയിൻ കാത്തു നിന്ന ഒരുപാട് പയ്യന്മാർ ഈ പയ്യൻ പുറത്തോട്ടൊന്നും ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ തടഞ്ഞു വെക്കുകയായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ അമ്മ കിടന്ന് നിലവിളിക്കുന്ന ആ സമയത്താണ് നമ്മളെല്ലാവരും അവിടെ ഓടിയെത്തുന്നത്. പക്ഷേ ഈ ചേച്ചിയുടെ മുഖം നമ്മൾ മറക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരെ നമ്മളങ്ങനെ അപമാനിക്കാൻ പാടില്ല. അപ്പോൾ അവരാരാണെന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടില്ല. നമ്മുടെ ഈ ചെയ്ത വലിയ മാന്യനെ മാത്രമേ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ? പലരുടെയും വീഡിയോ എടുത്തിട്ടുണ്ടാവും അതില്. അപ്പൊ അത് അയച്ചിട്ടുണ്ടോന്ന് അറിയാൻ ഇങ്ങനെ അതുകൊണ്ട് നിയമത്തിന് തന്നെ വിട്ടുകൊടുക്കും. അങ്ങനെ നല്ല ഒരു സ്ത്രീയുടെ മാന്യനാണ് വ്യക്തി. പെണ്ണുങ്ങളെ വീഡിയോ എടുക്കുക റെയിൽവേ സ്റ്റേഷനിൽ. അമ്മയും സഹോദരിമാരും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരിക്കില്ലേ ഇയാളും. എന്നിട്ടും ഇയാൾക്ക് ഈ നീച പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കഴിഞ്ഞു? അതും നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിന് ഇയാൾ ഈ നീച പ്രവൃത്തി ചെയ്തു? ഇയാളുടെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ എടുത്ത വീഡിയോസൊക്കെ വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമോ? നിയമത്തെ ഇയാൾക്ക് ഒരു ഭയവും ഇല്ലെന്ന് അയാളുടെ ആ നിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. ഒരു സമയത്ത് കൈ കെട്ടി നിൽക്കുന്നു. അയാൾ വേറെ ഒന്നും പറയുന്നില്ല. അയാളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ അയാൾ പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ നിയമത്തിനോടുള്ള ഒരു പുച്ഛം അയാളുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ള ഒരു കാര്യമാണ്. ഈ നിയമമായാലും ഇയാളിപ്പോൾ പിടിക്കപ്പെട്ട് ഇത്രയും വഴക്കായി, ഇത്രയും പ്രശ്നമായി, ഇത്രയും പേരിൽ മുമ്പിൽ അപമാനിക്കപ്പെട്ട് നിന്നിട്ടും കൂടി അയാൾക്ക് ഒരു കൂസലുമില്ല. ഈ നിയമങ്ങളൊന്നും അയാൾ ശിക്ഷിക്കില്ല, അയാളെ തൊടുകയില്ലെന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ എവിടെയൊക്കെയോ സ്ത്രീ നിയമങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുമ്പോൾ എവിടെയൊക്കെയോ വീഴ്ചകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. എങ്ങനെ ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ അധികാരികൾക്ക് കഴിയുമെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. എല്ലാവരും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എവിടെയൊക്കെയോ വീഴ്ചകൾ ഒരുപാട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മുടെ ഈ ഓരോരോ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളായാൽ പോലും അതിലൊക്കെ ഒരുപാട് പേർക്ക് ധൈര്യം, ഓരോ സ്ത്രീകളുടെ അടുത്ത് അപമര്യാദയായിട്ട് കാണിക്കേണ്ട ധൈര്യം എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നു എന്നുള്ളത്, ഇത്രയും നിയമങ്ങളെല്ലാം ശക്തമാക്കുമ്പോൾ പോലും അവർക്ക് ആ നിയമത്തിന് ഒന്നും ഒരു വിലയും ഇല്ലെന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.